നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു സാധാരണ ആരോഗ്യ പ്രശ്നമാണ് അലർജികൾ. അലർജി എന്നറിയപ്പെടുന്ന ഒരു വിദേശ പദാർത്ഥത്തോട് ഒരു ദോഷകരമായ ആക്രമണകാരി പോലെ രോഗപ്രതിരോധ സംവിധാനം പ്രതികരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. രോഗപ്രതിരോധ പ്രതികരണം നേരിയ അസ്വസ്ഥത മുതൽ കഠിനവും ജീവന് ഭീഷണിയുമായ പ്രതികരണങ്ങൾ വരെയുള്ള ലക്ഷണങ്ങൾക്ക് കാരണമാകും. അലർജികൾ അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല, അവരുടെ കുടുംബങ്ങൾക്കും പരിചരണം നൽകുന്നവർക്കും അലർജിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് നിർണായകമാണ്. അലർജികളുടെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സ എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും വളരെ പ്രധാനമാണ്. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ തലശ്ശേരി മിഷൻ ആശുപത്രിയിലെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷഹസീന പർവീനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. ഡോക്ടറെ, മിക്ക ആളുകൾക്കും ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിലുള്ള ഒരു അലർജി ഉണ്ടാകാറുണ്ട്. അതിപ്പോൾ ഭക്ഷണമായാലും അല്ലെങ്കിൽ കാലാവസ്ഥ, അങ്ങനെ ഏത് തരത്തിലുള്ള അലർജിയും വരുന്നത് വളരെ സാധാരണമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ അലർജി എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. പ്രത്യേകിച്ച് മെഡിക്കൽ ഭാഷയിൽ എങ്ങനെയാണ് അതിനെ വിശദീകരിക്കുന്നത്? ഇപ്പോൾ അലർജി എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ രോഗപ്രതിരോധ ശേഷി തന്നെ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് ഇതിനുള്ള കാരണം. അതായത് നമ്മുടെ ശരീരം എന്തെങ്കിലും തരത്തിലുള്ള ഒരു അലർജൻസുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ നമ്മൾ രോഗപ്രതിരോധ ശേഷി നമ്മുടെ ബോഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതുമായിട്ട് അമിതമായിട്ട് റിയാക്ട് ചെയ്യുക. അപ്പോൾ അത് അങ്ങനെ ഒരു റിയാക്ഷൻ സംഭവിക്കുന്നത് മൂലം ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന കെമിക്കൽസ് ഉണ്ട്, അത് റിലീസ് ചെയ്യപ്പെടുകയും അതുമൂലം പേഷ്യൻസിന്റെ ഈ മ്യൂക്കോസ, അതായത് മൂക്കില് തൊണ്ടയിലൊക്കെയുള്ള മ്യൂക്കോസയില് നീർക്കെട്ട്, വീക്കം വരികയും ഇൻഫ്ലമേഷൻ വരികയും അതുമൂലം പേഷ്യൻസിന് റിക്കറന്റ് ആയിട്ട് തുമ്മല്, മൂക്കടപ്പ്, മൂക്കൊലിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതിനാണ് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ പല കാരണങ്ങൾ കൊണ്ട് അലർജി സംഭവിക്കാമല്ലോ. അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ എത്ര തരത്തിലുള്ള അലർജി നമുക്ക് പറയാൻ കഴിയും? അലർജിക് റൈനൈറ്റിസിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് അതിന് സീസണൽ, പെരണിയൽ എന്ന് പറയും. സീസണൽ എന്ന് പറയുമ്പോൾ അവർക്ക് ആ തരത്തിലുള്ള പേഷ്യൻസിന് ഒരു പെർട്ടിക്കുലർ മന്ത്സ്, അത് സ്പെസിഫിക് ആയിട്ടുള്ള ഇപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആണെങ്കിൽ ആ ഒരു ടൈമിൽ മാത്രമാണ് അവർക്ക് ഈ അലർജിന്റെ സിംറ്റംസ് വരുള്ളൂ. ബാക്കിയുള്ള ടൈമിലെല്ലാം അവർ നോർമൽ ആയിരിക്കും, അവർക്ക് ഈ സിംറ്റംസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഒരു മന്ത്സിൽ അവർക്ക് കൂടുതലായിട്ട് സിംറ്റംസ് കാണപ്പെടും. അത് എല്ലാ ഇയറിലും അത് റിപ്പീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതിനാണ് സീസണൽ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ പെരണിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ദ ഇയർ ആ പേഷ്യൻസിന് അങ്ങനെ ഒരു സീസൺ അങ്ങനെ ഒന്നുമില്ല, എല്ലാ ദിവസവും അവർക്ക് ഈ സിംറ്റംസ് ഉണ്ടാവും. എല്ലാ ദിവസവും അല്ലെങ്കിൽ റിക്കറന്റ് ആയിട്ട് ആ സിംറ്റംസ് ത്രൂ ഔട്ട് ദ ഇയർ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അതിനെ പെരണിയൽ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത്. അതാണ് ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. പിന്നെ രണ്ടാമത്തെ തരത്തിലുള്ളത് മൈൽഡ്, പിന്നെ മോഡറേറ്റ് ടു സിവിയർ. അതായത് മൈൽഡ് എന്ന് പറയുമ്പോൾ പേഷ്യൻസിന് സിംറ്റംസ് ഉണ്ടാവും, പക്ഷെ അത് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ ഒന്നും ബാധിക്കൂല. പിന്നെ അവരെ സ്ലീപ്പൊക്കെ നോർമൽ ആയിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻസിന് ചിലപ്പോൾ വലിയ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ അലർജൻസിനെ എന്താന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് അവോയ്ഡ് ചെയ്താൽ മതി. പക്ഷെ മോഡറേറ്റ് ടു സിവിയർ ആകുമ്പോൾ അവർ ഡെയിലി ആക്ടിവിറ്റീസിനെല്ലാം അത് ഹാമ്പർ ചെയ്യുക, അതെല്ലാം അവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വരാം. പിന്നെ രാത്രിയിൽ ഉറക്കം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാണ്ടിരിക്കാം, മൂക്കടപ്പ് കാരണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ മാനേജ്മെന്റ്, മെഡിക്കൽ അല്ലെങ്കിൽ സർജിക്കൽ എന്താണോ അവർക്ക് വേണ്ടത് കറക്റ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്. അതാണ് മോഡറേറ്റ് ടു സിവിയർ. അങ്ങനെ 2 തരത്തിലാണ് അലർജിക് റൈനൈറ്റിസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടർ ഇതിന്റെ ഓരോ തരത്തിലുള്ളത് പറഞ്ഞു. അപ്പോൾ ഇതിലിപ്പോൾ പ്രധാനമായിട്ടും എന്ത് കാരണം കൊണ്ടാണ് ഇത് വരുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു കാരണം തന്നെ ഒന്നിലധികം ആളുകൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഒരേപോലത്തെ കാരണങ്ങൾ തന്നെ ആയിരിക്കും. ഇപ്പോൾ കാലാവസ്ഥയാണ് അല്ലെങ്കിൽ തണുപ്പാണ് ഒരാളുടെ ഒരു അലർജിക്ക് കാരണമാകുന്നതെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് ഒരേ കാര്യം തന്നെ ഒന്നിലേറെ ആളുകൾക്ക് അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുമോ? ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടാണ് ഉണ്ടാവുക, എല്ലാവർക്കും സെയിം കാരണം ആയിരിക്കൂല. പക്ഷെ ഇതില് മെയിൻ ആയിട്ട് വരുന്നത് ഹെറിഡിറ്ററി ആണ്. അത് ഇപ്പൊ ഒരു അച്ഛനിക്കും അമ്മയ്ക്കും അലർജിക് റൈനൈറ്റിസ് ഉള്ള ആളാണെങ്കിൽ അവരുടെ കുട്ടികൾക്ക് ഈ അലർജി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഹെറിഡിറ്ററി ഒരു കണക്ഷൻ ഉണ്ട് ഇതിന്. അതല്ലാണ്ട് നമ്മൾ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അലർജൻസ് ആണ്. അതിൽ മെയിൻ ആയിട്ട് വരുന്ന പൂമ്പൊടി, പൊള്ളൻ, പിന്നെ ഡസ്റ്റിലുള്ള ഡസ്റ്റ് മൈറ്റ്സ്,
പിന്നെ ഫംഗസ്, ചില പൂപ്പലുകൾ, അതെല്ലാം ചിലർക്ക് അലർജി ആവാം. പിന്നെ ചില ഫുഡ് ഐറ്റംസ്, ചിലർക്ക് ചില സാധനങ്ങൾ കഴിക്കുമ്പോൾ മാത്രം അലർജിന്റെ സിംറ്റംസ് വരാം. ചിലത് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കുമ്പോഴേക്കും അവർക്ക് ഇത് വരാം. പിന്നെ അതേപോലത്തെ റീസൺസ് കുറെ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് പോളൻ, പൂമ്പൊടി, പിന്നെ ഡസ്റ്റ് മൈറ്റ്സ്, പിന്നെ പെറ്റ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന്റെ രോമം കുറെ ആൾക്കാർക്ക് അത് അലർജി ആയിട്ട് കാണാറുണ്ട്. ഇതൊക്കെയാണ് റീസൺസ് ഇപ്പൊ നമ്മൾ യൂഷ്വലായിട്ട്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് ടൈപ്പ്, ഇപ്പൊ ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ടൈപ്പ് അലർജികൾ നമുക്ക് അറിയുന്നതാണ്. അതിൽ ഏറ്റവും ഒരു സിവിയർ അല്ലെങ്കിൽ ഒരു ഗുരുതരമാകുന്ന അത് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് മോഡറേറ്റ് ടു സിവിയർ ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് കൂടുതൽ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒന്നും അവർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അതെല്ലാം അതൊക്കെ ഹാമ്പർ ആയിപ്പോ ഈ ഒരു കാരണം കൊണ്ട്. കണ്ടിന്യൂസ് റിക്കറന്റ് ആയിട്ട് സ്നീസിങ് ഒക്കെ വന്നാൽ അവർക്ക് അത് കാരണം പിന്നെ ടയേർഡ്നെസ് വരികയും പിന്നെ അവർക്ക് ഹെഡ് ഏക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഹാമ്പർ ചെയ്യുന്ന അതാണ് സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ. ഇപ്പോൾ ഈ ഒരു തണുപ്പ് കാലത്തിലേക്കൊക്കെ എത്തുകയാണ് നമ്മൾ. അപ്പോൾ ഈ സമയത്ത് ഒരുപാട് ആളുകൾക്ക് അലർജി വരുന്നത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാലാവസ്ഥയിൽ സംഭവിക്കുന്ന അലർജി അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്ത് ഈ ഡിസംബർ മാസത്തിലൊക്കെ ഒരുപാട് ആളുകൾക്ക് ഈ അലർജി വരുന്നതൊക്കെ സാധാരണമാണല്ലോ. അത് സീസണൽ അലർജി, ഞാൻ ആദ്യം പറഞ്ഞ ടൈപ്സിൽ പറഞ്ഞ പോലെ തന്നെ സീസണൽ അലർജിക് റൈനൈറ്റിസ് ഉണ്ട്. അതായത് അവർക്ക് ഒരു പെർട്ടിക്കുലർ സീസണിൽ മാത്രം അവർക്ക് കൂടുതലായിട്ട് വരുന്നത് കാണപ്പെടാറുണ്ട്. അത് അങ്ങനെയുള്ളതുണ്ട്. പിന്നെ ഈ സീസൺ ചേഞ്ച് ആകുമ്പോൾ ഇപ്പൊ തണുപ്പ് കാലാവസ്ഥയിൽ ഇപ്പൊ പറഞ്ഞിട്ടില്ലേ, അപ്പൊ അത് ചിലപ്പോൾ കോമൺ കോൾഡ് അല്ലെങ്കിൽ ജലദോഷ പനിയും ആവാം. ഇപ്പൊ ജലദോഷ പനിയിൽ നിന്ന് അലർജിക് റൈനൈറ്റിസ് എങ്ങനെയാ ഡിഫറെന്റ് ആവുന്നതെന്ന് വെച്ചാല്, ജലദോഷ പനിയിൽ അവർക്ക് പനി ഉണ്ടാവും, പിന്നെ അവരുടെ സിംറ്റംസ് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും. ഒരു 5 to 7 days ഉണ്ടായാൽ പിന്നെ അത് ടാബ്ലറ്റ് കഴിച്ചിട്ടും അല്ലാണ്ടെയും അത് റിക്കവർ ചെയ്ത് വരാനുണ്ട്. അലർജിക് റൈനൈറ്റിസ് ഉള്ളവർ അങ്ങനെ ആയിരിക്കുമല്ലോ, അവർക്ക് ഡെയിലി സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും അത് കോമൺ കോൾഡ് കാരണമുള്ളതാണോ അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് ആണ്. സീസണൽ ആയിട്ട് വരുന്നത് സീസണൽ അലർജിക് റൈനൈറ്റിസ് ഉണ്ട്. അതല്ലാണ്ട് നമ്മൾ കോമൺ കോൾഡ്, വൈറൽ ഫീവറിനെല്ലാം ഏകദേശം സെയിം സിംറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. അവർക്ക് ഈ മൂക്കൊലിപ്പ്, തുമ്മല്, മൂക്ക് അടപ്പ്, അതൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് സിംറ്റംസ് ഉണ്ടാവുക. അപ്പോ അത് ഏതാണെന്ന് നമുക്ക് ടെസ്റ്റ് വെച്ചിട്ടും നമ്മളുടെ ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി ഉണ്ട്, ക്യാമറ ഇട്ടിട്ട് മൂക്കിന്റെ ഉള്ളിൽ പരിശോധിക്കുന്നതിലെല്ലാം കൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഏതാണെന്ന് വെച്ചാൽ. അതിനനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, ഈ അലർജിയും ജലദോഷപ്പനിയും തമ്മിലുള്ള എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുള്ളത് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഈ തുമ്മൽ കൂടിക്കഴിയുമ്പോൾ അത് ജലദോഷത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? തുമ്മൽ കൂടാന്ന് പറയുമ്പോ ഈ തുമ്മലെല്ലാം നമ്മളൊരു ഞാൻ പറഞ്ഞ പോലെ നമ്മള് നേസൽ മ്യൂക്കോസയിൽ ഉണ്ടാകുന്ന ഒരു ഹൈപ്പർ റിയാക്ഷൻ ആണ്. അപ്പോ അത് കാരണം നമ്മള് അതിലുള്ള മ്യൂക്കസ് ഗ്ലാൻഡ്സ് ഉണ്ട്, അത് കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെയാണ് ഈ മൂക്കൊലിപ്പ് വരുന്നത്. അത് പിന്നെ കോൾഡിലേക്ക് മാറപ്പെടുന്ന ചാൻസസ് കൂടുതലാണ്. കൂടുതൽ ആളുകൾക്കും ഇപ്പൊ രാവിലെ എണീക്കുമ്പോൾ ഒക്കെ ഒരു തുമ്മൽ, അതൊക്കെ ഒരു അലർജി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ രാവിലത്തെ സമയം കുറച്ച് സമയം ഒന്ന് തുമ്മൽ ഉണ്ടാവുന്നതൊക്കെ സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഈ ഡസ്റ്റ് പോലുള്ളതിലൊക്കെ നിൽക്കുകയാണെങ്കിൽ കൂടുതലും ഈ തുമ്മൽ തന്നെയാണ് ഈ അലർജിയിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. അതോ വേറെ ആളുകൾക്കൊക്കെയാണ് ദേഹത്ത് ചൊറിഞ്ഞ് തടിക്കുന്നതൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഈ അലർജി നമ്മൾ കാണുമ്പോൾ ഏത് ഒരു സിംറ്റമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഒരു ENT സ്പെഷ്യലിസ്റ്റിന്റെ ഇതിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് തുമ്മൽ തന്നെയാണ്. തുമ്മല്, മൂക്കൊലിപ്പ്, കണ്ടിന്യൂസ് ആയിട്ട് മൂക്കിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഈ രാവിലെ എണീച്ച പാട് 1-2 പ്രാവശ്യം തുമ്മൽ, അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് റിക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പിന്നെ അതിന് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ അതിന് അലർജിക് റൈനൈറ്റിസ്, അത് മോഡറേറ്റ് ടു സിവിയർ കാറ്റഗറിയിൽ പോകുന്നുള്ളൂ. ഇല്ലാണ്ട് ഒരു 1-2 തവണ തുമ്മൽ, അതിനൊന്നും ട്രീറ്റ്മെന്റ് വേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ജസ്റ്റ് ഒരു ഹൈപ്പർ ആക്ഷൻ മാത്രമാണ്. അല്ലാണ്ട് പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മിക്കൊണ്ടേ ഇരിക്കുക, അതായത് ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാം ഹാമ്പർ ചെയ്യുന്ന അങ്ങനെ ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ അതിന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതുണ്ട്. ഇപ്പൊ ഏത് ഘട്ടത്തിൽ എത്തുമ്പോഴാണ് ഈ
അലർജി ടെസ്റ്റ് നടത്തേണ്ടത്? അല്ലെങ്കിൽ ആ അലർജി ടെസ്റ്റ് ഏത് തരത്തിലാണ് വേണ്ടത്? ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കുറച്ച് 1-2 തവണയൊക്കെ തുമ്മുക എന്ന് പറയുമ്പോൾ അതൊരു അലർജിയുടെ ഭാഗമല്ല. പക്ഷേ ഏത് ഘട്ടം എത്തുമ്പോഴാണ് നമ്മളിതൊരു അലർജി ആണോ എന്ന് നമ്മൾ നോക്കി അതിൻ്റെ ടെസ്റ്റിലേക്കൊക്കെ പോകേണ്ട ഒരു സാഹചര്യം എപ്പോഴാണ്? നമ്മൾ മോഡറേറ്റ് ടു സിവിയർ അലർജിക് പീപ്പിൾ ആവുമ്പോൾ നമ്മൾ അതിനുള്ള മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് നേസൽ സ്റ്റിറോയിഡ് സ്പ്രേസ് ഉണ്ട്, പിന്നെ ടാബ്ലറ്റ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ടാബ്ലറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾ സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അലർജിന്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. അത് ചെയ്താൽ നമുക്ക് ഏത് അലർജൻ ആണ് അവർക്ക് കൂടുതൽ പ്രശ്നമുള്ളത് എന്ന് മനസ്സിലാവുകയും അത് അവോയ്ഡ് ചെയ്യുന്നത് മൂലം അവർക്ക് ആ ഒരു സിംറ്റംസിന് അവർക്ക് റിലീഫ് ഉണ്ടാവുകയും ചെയ്യും. അത് സ്കിൻ പ്രിക് ടെസ്റ്റ് എങ്ങനെ മെയിൻ ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മള് പേഷ്യന്റിന് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അലർജൻസ് നമ്മൾ ചെറിയ സ്മോൾ ക്വാണ്ടിറ്റി എടുത്തിട്ട് അത് പേഷ്യന്റിന്റെ സ്കിന്നിൽ വെക്കും. എന്നിട്ട് ഒരു നീഡിൽ എടുത്തിട്ട് അവിടെ പ്രിക്ക് ചെയ്യും. എന്നിട്ട് അതൊരു 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഒബ്സർവ് ചെയ്യും. ഒബ്സർവ് ചെയ്യുമ്പോൾ അവിടെ റെഡ് ബംസ്, ഇങ്ങനെ അലർജിക് കുരുക്കൾ പോലെ റെഡ് ബംസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവര് ആ പെർട്ടിക്കുലർ സാധനത്തിനോട് അലർജി ഉണ്ട് എന്നാണ്. ഇപ്പൊ ഒന്നും ഇല്ല, പ്ലെയിൻ ആയിട്ട് ഉള്ളത്, അവിടെ ബംസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവര് അതിനോട് അലർജി ഇല്ല. അപ്പൊ അത് വെച്ച് നമുക്ക് ഏതൊരു സാധനത്തിനോട്, ഇപ്പൊ ചിലപ്പോ പെറ്റ്സിന്റെ ഹെയർസ് അതൊക്കെയാണ് അവർക്ക് കൂടുതലായിട്ട് അലർജി ഉണ്ടാക്കുന്നതെങ്കിൽ ആ പെറ്റ്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ പെറ്റ്സിനെ വീട്ടിനകത്തേക്ക് കയറ്റാണ്ട് പുറത്ത് നിർത്തുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂലം ആ ഒരു അലർജിക് സിംറ്റംസ് അവർക്ക് ഇല്ലാണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ അലർജികൾക്കും ചികിത്സ ഉണ്ടാവുമോ? കാരണം ഒരു അലർജി വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി മാറാനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? അല്ലെങ്കിൽ എത്ര സമയം അല്ലെങ്കിൽ എത്ര കാലത്തോളം ഈ ഒരു അലർജി നമുക്കുണ്ടാവും? അല്ലെങ്കിൽ ഇത് പൂർണ്ണമായി മാറുന്നത് എത്ര സമയത്തിന് ശേഷമാണെന്ന് പറയാൻ പറ്റുമോ? അലർജി വരുന്നത് ജനറ്റിക്കലി, നമ്മൾ ഹെറിഡിറ്ററി ആണ്. ഒരു അമ്മക്കും അച്ഛനിക്കും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ പൂർണ്ണമായിട്ടും അത് അവരെ ജനറ്റിക് ആയിട്ടുള്ളതാണ്. പൂർണ്ണമായിട്ടും ഫുൾ മാറ്റാന്നുള്ളതല്ല. അവരുടെ സിംറ്റംസ് എത്രയും കുറക്കാൻ പറ്റുമോ അവർക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെന്റ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ ഡയഗ്നോസ് ചെയ്യണം, ഇത് അലർജിക് റൈനൈറ്റിസ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളാണോ എന്നുള്ളത്. മൂക്കടപ്പ് പോളിപ്സ്, ദശയൊക്കെ ഉണ്ടെങ്കിലും മൂക്കടപ്പ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ റൂൾ ഔട്ട് ചെയ്യാൻ നമ്മൾ നേസൽ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കണം. മൂക്കിൽ എന്തെങ്കിലും ദശകൾ ഉണ്ടോ, അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടോ, അതൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. സർജറിയാണ്. സർജിക്കലി പോളിപ്സ് റിമൂവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഫംഗസ് ആണെങ്കിൽ ആ ഫംഗൽ ഡെബ്രീസ് ഒക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും, ഫെസ് എന്ന് പറഞ്ഞ സർജറി ചെയ്തിട്ട്. അപ്പോൾ അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അത് നമുക്ക് എൻഡോസ്കോപ്പിയാണ് ഏറ്റവും നല്ല ഒരു മോഡ് എന്ന് പറയുന്നത്. അതില് അലർജിക് റൈനൈറ്റിസ് ഉള്ള ആൾക്കാരിൽ പെയിൽ ആയിട്ടുള്ള മ്യൂക്കോസ കാണാൻ പറ്റും. പിന്നെ ഇൻഫീരിയർ ടർബിനേറ്റ് അവർക്ക് കുറച്ച് വലുപ്പം കൂടുതലായിട്ട് കാണാൻ പറ്റും. പിന്നെ മ്യൂക്കോയിഡ് ഡിസ്ചാർജ് ഉണ്ടാവും അവരുടെ മൂക്കില്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് അലർജിക് റൈനൈറ്റിസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. നമ്മൾ നോർമൽ ബ്ലഡ് കൗണ്ട് നോക്കുമ്പോൾ അതിൽ ഡിഫറൻഷ്യൽ കൗണ്ടിൽ ഈസ്നോഫിൽസിന്റെ അളവ് അവരിൽ ഹൈ ആയിട്ട് കാണപ്പെടാറുണ്ട്. അതേപോലെ സിറം IG നോക്കി അതും കൂടുതലായിട്ട് ഈ അലർജി റൈനൈറ്റിസ് ഉള്ള പേഷ്യൻസിൽ കാണപ്പെടാറുണ്ട്. സിറം IG, ഈസ്നോഫിൽ കൗണ്ട്, പിന്നെ ഈ ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി. അതേപോലെ തന്നെ ഇപ്പൊ ഈ സിംറ്റംസ് ഒക്കെ 3 months ഒക്കെ പെർസിസ്റ്റ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ CT-PNS, CT സ്കാൻ ചെയ്ത് നോസിന്റെയും ഈ നേസൽ സൈനസസിന്റെയും CT സ്കാൻ എടുത്തിട്ട് അവർക്ക് പോളിപ്സ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനത്തെ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുകയും കൂടിയും ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യാനുള്ളത്. പിന്നെ വൺസ് ഇപ്പൊ അലർജിക് റൈനൈറ്റിസ് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മോഡറേറ്റ് ടു സിവിയർ കണ്ടീഷൻ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ആണ് നേസൽ സ്റ്റിറോയിഡ് സ്പ്രേ. ഇപ്പൊ സ്റ്റിറോയിഡ് സ്പ്രേ എന്ന് പറയുമ്പോൾ അത് നമ്മളൊരു പെർട്ടിക്കുലർ ഇതില് യൂസ് ചെയ്യേണ്ടതാണ്. അതൊക്കെ നമ്മൾ അവർക്ക് ടീച്ച് ചെയ്ത് കൊടുക്കും, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എത്ര തവണ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ. അത് കുറച്ച് ഡ്യൂറേഷനിൽ യൂസ് ചെയ്യണം. അതിന്റെ കൂടെ മെഡിസിൻസ്, മരുന്നുകളായിട്ട് ആന്റിഹിസ്റ്റമിൻസ്, ല്യൂക്കോട്രൈൻ ഇൻഹിബിറ്റേഴ്സ് പോലത്തെ മോണ്ടിലൂക്കാച്ച് അങ്ങനത്തെ ടാബ്ലറ്റ്സും കൊടുക്കുന്നതാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നേസൽ വാഷ്. അത് ആൽക്കലൈൻ നേസൽ വാഷ് എന്ന് പറയും. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ENT ഡോക്ടർ അവരെ ട്രെയിൻ ചെയ്യുന്നതാണ്, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്.
അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. പിന്നെ ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലാണ്ട് അലർജിക് റൈനൈറ്റിസിന്റെ വേറെ ഒരു 50% വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ആ അലർജൻസിനെ ഫൈൻഡ് ചെയ്തിട്ട് അത് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. അതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് ഈ മാസ്ക് യൂസ് ചെയ്യുക. നമ്മൾ ഭയങ്കര ഡസ്റ്റ് ആയിട്ട് നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്ന ആ ടൈമിലൊക്കെ മാസ്ക് യൂസ് ചെയ്യുക. പിന്നെ പെറ്റ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവര് പെറ്റ്സിന്റെ ആ രോമമാണ് അവർക്ക് കൂടുതലായിട്ട് അലർജിക് സിംറ്റംസ് വരുത്തുന്നതെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാൻ നോക്കാം. പിന്നെ ഈ നമ്മുടെ കാർപ്പറ്റ്സ് അതെല്ലാം വൂളൻ ബ്ലാങ്കറ്റ്സ് ഒക്കെ വൂളന് പകരം പോളിസ്റ്റർ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്താൽ അതിൽ ഡസ്റ്റ് അക്യുമുലേഷൻ കുറവായിരിക്കുകയും അതുമൂലം അലർജിക് റൈനൈറ്റിസിന്റെ സിംറ്റംസും അവർക്ക് കുറവായിരിക്കും. അതേപോലെ ഈ ബെഡ്ഷീറ്റ്സ് പില്ലോസ് ഒക്കെ പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്യുക. അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഫസ്റ്റത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ അലർജനെ നമ്മൾ മാക്സിമം അവോയ്ഡ് അതുമായിട്ടുള്ള കോണ്ടാക്ട് മാക്സിമം അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. പിന്നെയാണ് ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ വരുന്നത്. പിന്നെ സർജിക്കലി നമുക്ക് ഇപ്പോ ഒരു അലർജിക് റൈനൈറ്റിസ് പേഷ്യന്റ് അവർക്ക് മൂക്ക് അടപ്പ് തീരെ കുറവില്ല, ഈ സ്പ്രേസും മെഡിസിൻസ് ഒന്നും യൂസ് ചെയ്തിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ സർജിക്കലി അവർ ഇൻഫീരിയർ ടർബിനേറ്റിന്റെ വീക്കം കാരണമാണ് അവർക്ക് കൂടുതലായിട്ടും ഈ മൂക്കടപ്പ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ നേസൽ സെപ്റ്റ് നമ്മുടെ മൂക്കിന്റെ പാലത്തിലെ വളവ് കാരണം. അപ്പോൾ ഇൻഫീരിയർ ടർബിനേറ്റിന്റെ വീക്കം കാരണമാണെങ്കിൽ അതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്ന ടെർബിനോപ്ലാസ്റ്റി എന്ന് പറയുന്ന സർജറിയും, പിന്നെ സെപ്റ്റത്തിന്റെ വളവാണെങ്കിൽ മൂക്കിന്റെ പാലം വളർന്നിട്ടാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സർജറീസ് ഒക്കെ നമുക്ക് അതൊക്കെ ഇതിന്റെ ട്രീറ്റ്മെന്റിൽ വരുന്നതാണ്. ഇപ്പോൾ ഒരു ENT സ്പെഷ്യലിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരുന്ന രോഗികളിൽ ഏറ്റവും കൂടുതൽ അലർജി ഏത് റീസൺ കൊണ്ട് വരുന്നതാണ്? കാരണം ഈ തുമ്മൽ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ, മിക്ക ആളുകൾക്കും അത് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ മൂക്കിലുണ്ടാകുന്ന ഈ ഒരു അലർജി അത് എത്രത്തോളം നമുക്കത് ചികിത്സിക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഏത് കാരണം കൊണ്ടായിരിക്കും? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തണുപ്പ് സമയം കൂടി ആകുമ്പോൾ അതുതന്നെയാണോ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുന്ന ഒരു അലർജി ആയിട്ട് ഇപ്പോൾ കാണുന്നത്? തണുപ്പിനേക്കാളും ഏറ്റവും കൂടുതൽ വരുന്നത് ഡസ്റ്റ് അലർജിയാണ്. നമുക്കറിയാം എയർ പൊല്യൂഷൻ, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ എല്ലാം അത്രയും ഹൈ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഉള്ളത് ഡസ്റ്റ് അലർജി തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ക്ലൈമറ്റ് ചേഞ്ചും അതെല്ലാം വരുന്നുള്ളൂ. ഇപ്പൊ OPD വരുന്ന മിക്ക പേഷ്യൻസിനും ഡസ്റ്റ് അലർജിയാണ് ഉള്ളത്. ഇപ്പോൾ ഈ ഒരു വരുന്ന അലർജികൾക്ക് ഇപ്പോൾ തുമ്മൽ പോലുള്ള ഈ അലർജികൾക്ക് തന്നെ ഇത് പ്രത്യേകിച്ച് ഒരു ഏജ് ലിമിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഉൾപ്പെടെ ഇത് വരാനുള്ളൊരു സാധ്യത കൂടുതലല്ലേ? അത് നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഹെറിഡിറ്ററി കൂടിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ അല്ലെങ്കിലും അല്ലാത്ത രീതിയിൽ കാണുന്ന ഒരു ആളുകൾക്ക്, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലുള്ള രോഗികൾക്ക് എന്ന് പറയുമ്പോൾ ഒരു ഏജ് ലിമിറ്റ് നമുക്ക് ഇതിന് പറയാൻ കഴിയുമോ? ഏജ് ലിമിറ്റ് ആയിട്ട് അങ്ങനെയില്ല. കുട്ടികളിലും അലർജിക് റൈനൈറ്റിസ് ഉണ്ട്, അവർക്കും സെയിം സിംറ്റംസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് ഈ സ്പ്രേസ്, നേസൽ സ്പ്രേസ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ അവർക്കും നല്ല രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ്, സിംറ്റം റിലീഫ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾക്കുൾപ്പെടെ എപ്പോഴും ഈ ജലദോഷം അല്ലെങ്കിൽ തുമ്മൽ അതൊക്കെ ഒരു സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് എന്തൊക്കെ ഒരു അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? അല്ലെങ്കിൽ ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഈ പെറ്റ്സിൻ്റെ ഒരു അലർജി വരാറുണ്ട്, അല്ലെങ്കിൽ തണുപ്പ്, ഡസ്റ്റ്, ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നറിയാം. പക്ഷേ ഈ അന്തരീക്ഷത്തിൽ നമുക്കറിയാവുന്ന പോലെ ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് മാറാൻ ഒരു പരിധി വരെ നമുക്ക് കഴിയില്ല. അങ്ങനെയുള്ള ആളുകൾക്കും ഈ അലർജി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു ഏതൊക്കെ രീതിയിലുള്ളൊരു പ്രിക്കോഷൻസ് ആണ് അവരെടുക്കേണ്ടത്? മാസ്ക് യൂസ് ചെയ്യുക. പുറത്തു പോകുമ്പോൾ മെയിൻ ആയിട്ട് മാസ്ക് യൂസ് ചെയ്യുന്നതിലൂടെ കുറെയൊക്കെ നമ്മൾ ഡസ്റ്റുമായിട്ടുള്ള കോണ്ടാക്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് നേസൽ വാഷ്, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സലൈൻ നേസൽ വാഷ് കറക്റ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിലും ഒരു പരിധി വരെ ആ അലർജനുമായിട്ടുള്ള കോണ്ടാക്ട് നമുക്ക് കുറക്കാൻ പറ്റും. ശരി, വളരെ നന്ദി ഡോക്ടർ പ്രതികരിച്ചതിന്. എന്തായാലും അലർജി എന്നുള്ളൊരു വിഷയം തന്നെയാണ് നമ്മളെടുത്ത്. പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് തുമ്മൽ, അലർജിയൊക്കെ എല്ലാവർക്കും സർവ്വസാധാരണമായി തന്നെ വരുന്നതാണ്. അതിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ചികിത്സയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് തലശ്ശേരി മിഷൻ ആശുപത്രിയിലെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷഹസീന പർവീൺ നമുക്ക് പറഞ്ഞു തന്നെ. ഡോക്ടർ വളരെ നന്ദി പരിപാടിയിൽ പങ്കെടുത്തതിന്. ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.